ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. സോ പുതിയൊരു മാസം തുടങ്ങുകയാണ്. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രീച്ച് ചെയ്ത ശേഷം ഒരു പോസ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഗ്ലോബൽ മാർക്കറ്റുകളുടെ അവസ്ഥ ഒന്ന് നോക്കുന്ന പരിശോധിച്ച ശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് നമുക്കൊന്ന് നോക്കാം. ശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, സോ ഗ്ലോബൽ മാർക്കറ്റിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ ഇപ്പം ഡോ ജോൺസ്, S&P 500 ആൻഡ് നാസ്ഡാക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. ക്ലോസിംഗ് അത്യാവശ്യം മോശമല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ. ആൻഡ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പ്രതീക്ഷിക്കാം. ബട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ അത്യാവശ്യം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മേ ബി ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് ആയിരിക്കും യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഉണ്ടാവാൻ സാധ്യത. ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്ന കാര്യം ആണ് നമ്മുടെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നൈക്കി ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് എല്ലാം പൊതുവെ ഹാങ്സങ് ആയാലും ശരിയെല്ലാം ഒരു ന്യൂട്രൽ ടു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി മോസ്റ്റ്ലി 127 പോയിന്റ്സ് നിലവിൽ അപ്പാണ്. ആൻഡ് നമുക്ക് അതുകൊണ്ട് തന്നെ മേ ബി ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ഓപ്പണിംഗ് തുടങ്ങുമെന്ന് നമുക്കുള്ള പ്രതീക്ഷയിൽ നിൽക്കാം. ഒരു 50-60 പോയിന്റ്സിന് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് ഈ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് നിഫ്റ്റിയിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിന് മുന്നേ ഒരു പുൾ ബാക്ക് ഉണ്ടായിക്കൂടാന്നില്ല. എന്തായാലും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു എന്താ പറയുക 26,300 മുകളിൽ പുതിയൊരു റേഞ്ചിലേക്ക് നിഫ്റ്റി പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. ഇപ്പോൾ 26,303 എന്ന റേഞ്ചിലേക്ക് ഒരു മാർക്കറ്റ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ മേ ബി കണ്ടിന്യൂഷൻ ഒരു സാധ്യതയുണ്ട്. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ 25,805 ഈ ഒരു റേഞ്ച്, ഒരു ഹോൾ റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 25,780 to 24,860. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പലവട്ടം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ, ഒരു ചെറിയ സപ്ലൈ അങ്ങനെ എന്തെങ്കിലും നടത്തുവാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ മേ ബി 25,450. അപ്പോൾ അത്രയും വലിയൊരു ക്രാഷ് മേ ബി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. കാര്യം നോക്കുകയാണെങ്കിൽ 2%, 3% ക്രാഷ് താഴോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഡൗട്ട്ഫുൾ ആണ്. ബട്ട് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം വെച്ചിട്ട് കണ്ടിന്യൂഷനാണ് പോസിബിലിറ്റി ഉള്ളത്. സോ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഒരു 3% ക്രാഷ് ഒന്നും ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ക്രാഷ് വന്നാൽ ഈ ഒരു ഏരിയാസ് ആയിരിക്കും എൻ്റെ മേജർ സപ്പോർട്ട് സോൺസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇനിയുള്ള ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് എന്തായാലും വാച്ച് ചെയ്ത് തന്നെ എടുക്കുക. പുതിയൊരു വീക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡേ മാർക്കറ്റ് എന്താണ് പ്ലേ ചെയ്യുന്നതെന്ന് നോക്കിയ ശേഷം മാത്രം കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നോക്കാം. നിഫ്റ്റി ബാങ്ക് ആയാലും ശരി, ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം മാർക്കറ്റ് ഒരു പോസിനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മളൊരു ഡിമാൻഡ് ഏരിയ പോലെ ഒരു വലിയ സോണാണ് വരച്ച് വെച്ചിരുന്നത് അല്ലേ. ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സോൺ ബ്രേക്ക് ചെയ്താണ് അപ്സൈഡ് പോയത്. സോ നമ്മൾ കരുതിയിരിക്കുന്നത് എന്താണ്, ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോകാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂഷൻ തരാം. 25,000 അല്ല 59,890 to 900 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു സോണിലേക്ക് മാർക്കറ്റ് പോകും. സോ നമ്മൾ രണ്ട് രീതിയിലുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾ നോക്കി, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മേ ബി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് മേ ബി ഈ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി നമ്മൾ രണ്ടും മുൻകൂട്ടി കണ്ടാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കൊക്കെ തന്നാണ് മാർക്കറ്റ് പോകുന്നത്. സോ മേ ബി ഈ ഒരു സോണില്ലേ, ഈ ഒരു സോണിൻ്റെ താഴെ ഈ ഒരു ഏരിയ 58,700 റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നുകൂടായികയില്ല. ഇതൊരു നല്ല ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 58,800 എന്നുള്ള സോണ് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ല, ഒരു ലിക്വിഡിറ്റി ഹണ്ടൊക്കെ നടന്ന സ്ഥലമാണ്. മേ ബി മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കാം. 58,804 ഒരു ഉറപ്പല്ല, മേ ബി നമുക്കൊരു നമുക്കൊരു സാധ്യത എപ്പോഴും മുന്നിൽ കാണണമെന്ന്, ഒരു ഡൗൺ സൈഡ് സാധ്യത എപ്പോഴും മുന്നിൽ കണ്ട് വേണം മാർക്കറ്റിനെ എപ്പോഴും നമ്മൾ സമീപിക്കാൻ. അങ്ങനെ ഡൗൺ സൈഡ് വന്നാൽ ഏതൊരു ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുമെന്നുള്ള പോസിബിലിറ്റി നമ്മളെ എപ്പോഴും മുന്നിൽ കാണേണ്ടതുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ നമ്മൾ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുക. 58,800 and 813 എന്നുള്ള റേഞ്ച് ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുക. ആൻഡ് 59,460 ഇത് ഒരു മാർക്കറ്റിനെ സപ്പോർട്ട് എടുക്കാൻ പറ്റിയ സോണാണ്. 59,430 എന്നുള്ള സോണ്. സോ ഈ ഒരു സോണിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രധാന ഘടകമാണ്. മേ ബി ഒരൊറ്റ ഡൗൺ
ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റിന് അപ്സൈഡ് പോകാനുള്ള ഒരു ഇന്റൻഷൻ മേ ബി കാണിച്ചെന്നിരിക്കാം. സോ ഈ 2 സോൺസ് ആയിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ കണക്കാക്കുന്നത്. സോ നിങ്ങൾക്കും ഈ ഒരു ഏരിയയിൽ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസസ് എന്തൊക്കെയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. കാര്യം തിങ്കളാഴ്ച കൂടെയാണ്. ഇപ്പോൾ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നാൽ ലെൻസ്കാർട്ട് ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ലെൻസ്കാർട്ട് സൊല്യൂഷൻസിന് ഉണ്ടായിട്ടുണ്ട്. 85 കോടിയിൽ നിന്നും മോസ്റ്റ്ലി ഒരു 102 ക്രോഡ്സിലേക്ക് ഇത് പോയിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവ് കാര്യമാണ്. NCCക്ക് ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 ഓർഡേഴ്സ് ടോട്ടലിംഗ് മോസ്റ്റ്ലി 530 കോടിയുടെ ഓർഡർ നവംബർ മാസത്തിലേ വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് NCCക്ക് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് ഇൻകമ്മിങ് ആണ് NCC എന്ന കമ്പനിക്ക്. പിന്നെ ബ്രിഗേഡ് എന്റർപ്രൈസസിൻ്റെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ഹൈദരാബാദിൽ തുടങ്ങാൻ പോവുകയാണ്. ജോയിന്റ് ഡെവലപ്മെന്റ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. JDA എന്ന് പറയും. ഒരു പ്രീമിയം റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് ഹൈദരാബാദിൽ ബെഗംപെട്ടിൽ ചെയ്യുന്നത്. മോസ്റ്റ്ലി 0.5 മില്യൺ സ്ക്വയർ കിലോമീറ്ററിലായിട്ട് ബന്ധപ്പെട്ട് 800 കോടിയോളം പൊട്ടൻഷ്യൽ മീൻസ് എസ്റ്റിമേറ്റ് റവന്യൂ ഇട്ടാണ് ആ ഒരു പ്രൊജക്റ്റ് മുൻപോട്ട് പോകുന്നത് ബ്രിഗേഡ് എന്റർപ്രൈസസിന്. പിന്നെ മഹാരാഷ്ട്ര സീംലെസ്സിന് ഒരു പുതിയ ഓർഡർ 217 crores ഫ്രം ONGC ഫോർ സപ്ലൈ ഓഫ് സീംലെസ് പൈപ്സിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര സീംലെസ്സിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അരവിന്ദ് സ്മാർട്ട് സ്പേസ് ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഹൈദരാബാദിൽ. മോസ്റ്റ്ലി 400 കോടിയാണ് പൊട്ടൻഷ്യൽ. ടോപ്പ് ലൈൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് 3.6 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലാണ് തുടങ്ങുന്ന അരവിന്ദ് സ്മാർട്ട് സ്പേസ്. ഓക്കെ. പിന്നെ വാർ എനർജീസിന് ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 140 MW മെഗാവാട്ട് ഓഫ് സോളാർ മൊഡ്യൂൾസ് ആണ് എൻ്റെ ഒരു പ്രൊജക്റ്റാണ് വാർ എനർജീസിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ICICI ബാങ്കിന് ഒരു 3945 നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. പിന്നെ HG ഇൻഫ്രാ എഞ്ചിനീയറിംഗും കമ്പനിയുടെ സബ്സിഡിയറിയായ HG Chorania ബീസ് അത് ഹാസ് എൻറ്റർഡ് ഇൻ ടു ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസ് അഗ്രിമെന്റ് വിത്ത് ഗുജറാത്ത് ഉർജ വികാസ് നിഗം. അതൊരു ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസ് ചെയ്ത കാര്യം HG ഇൻഫ്രയായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂസ് ഉള്ളത്. ഓക്കെ. പിന്നെ HDFC ബാങ്കിൻ്റെ ഒരു പെനാൽറ്റി ഇമ്പോസിഷൻ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 91 ലക്ഷം രൂപയാണ്. അതൊരു വയലേറ്റിംഗ് സെട്ടൻ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ബന്ധപ്പെട്ട് ചെറിയ വയലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് HDFC ബാങ്കിന് ഒരു പെനാൽറ്റി അടിച്ചു കൊടുത്തത്. മോസ്റ്റ്ലി 91 lakh ആണ്. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവ് ന്യൂസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ പ്രൊസീജിയറാണ്. അത് വലിയ നെഗറ്റീവായിട്ട് ബാങ്കിനെ ബാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് ഓൾറെഡി കഴിഞ്ഞിങ്ങ് വരും. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുകളെന്ന് പറഞ്ഞാൽ തേജസ് ഒരുപാട് കറക്ഷനൊക്കെ ശേഷം ഒരു അപ്സൈഡ് മൊമെന്റത്തിനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നമുക്ക് ചാർട്ട് ചെക്ക് ചെയ്യാം. കമ്പനിക്ക് ഒരു മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് PLA സ്കീം, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി 84 കോടിയുടെ ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. തേജസ് നെറ്റ്വർക്കിനാണ്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് ഗ്രോ, അതായത് നമ്മുടെ ഗ്രോ എന്ന കമ്പനി 104 രൂപ സബ്സിഡിയറിയായ ഫിൻസ്വേർഡ് ടെക്നോളജിയിൽ റൈറ്റ്സ് ഇഷ്യൂസിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യവും ന്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് കുറച്ചധികം ന്യൂസസ് ഉണ്ട്. പിന്നെ റിലയൻസിൻ്റെയും എയർടെലിൻ്റെയും വോഡാഫോൺ ഐഡിയയുടെയും ഒരു എന്താ പറയുക ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. അതായത് റിലയൻസ് 19.97 സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ. ആൻഡ് എയർടെൽ ആണെങ്കിൽ 12.57 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ആണെങ്കിൽ 4.37 ലക്ഷം ആണെങ്കിൽ ഇക്കൊല്ലം 12.52 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് എയർടെൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് പോസിറ്റീവ് ന്യൂസ് ആണ്. ബട്ട് ടോട്ടലി ഒരു ലോസ് ഉണ്ടായിരിക്കുന്നത് വോഡാഫോൺ ഐഡിയയ്ക്കാണ്. 20.83 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് അവർക്ക് ഈ മാസം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മാസം നഷ്ടപ്പെട്ടത്. അത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയമാണെങ്കിൽ 7.44 ലക്ഷമാണെങ്കിൽ ഇക്കൊല്ലം അത് 20 ലക്ഷത്തോളം ആളുകളെ അവർക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് നഷ്ടപ്പെട്ടു. സോ വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവും റിലയൻസ് ആൻഡ് എയർടെലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ് വന്നേക്കുന്നത്. അവിടെ ഒരു കൂടുതൽ യൂസേഴ്സ് വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഒരു ചാർട്ട് പരിശോധിക്കേണ്ടത്, ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വാച്ച് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് തേജസ് ആയിരിക്കും. പണ്ട് കുറേ കാലം നോക്കിയിരുന്നു, ശേഷം തേജസ്സിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പം നമുക്കിനി വീണ്ടും തേജസ് തന്നെ കമ്പനി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് കറക്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. അവിടെ മേജർ ഏരിയയിൽ നിന്ന് ഒരു ഹൈ പോയിരിക്കുന്ന 1542 നിന്നും മോസ്റ്റ്ലി 475 നല്ലൊരു കറക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ് കമ്പനി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊന്ന് മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു.
ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു തേജസ്. കാര്യം ഒരു മൾട്ടി ഇയർ ഒരു സപ്പോർട്ടിലാണ് തേജസ് നെറ്റ്വർക്ക് നിൽക്കുന്നത്. വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ 2018 റേഞ്ചിലെ ഒരു മാക്സിമം ഡിമാൻഡ് ഏരിയയിലേക്ക് തേജസ് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ കുറച്ചധികം ഇനി കമ്പനിയെ കുറിച്ചൊന്ന് പഠിക്കുന്നതുകൊണ്ടും നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഒരു നല്ല കറക്ഷന് ശേഷം മാർക്കറ്റിന് അപ്സൈഡ് പോകണമെങ്കിൽ ഈ ഏരിയ ഒരു ബെറ്റർ ഏരിയ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞാൻ ഇനി എന്തായാലും ഇനി എൻ്റെ ഫോക്കസിൽ തേജസ് നെറ്റ്വർക്ക്സ് കാണും. ഈ ഒരു സോണ് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നിങ്ങൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയയിൽ ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്, ബട്ട് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാം. ഇത്രയും വലിയൊരു ഏരിയ ആണ് ഉള്ളത്. സോ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അപ്സൈഡ് ട്രേഡിന് വേണ്ടിയുള്ള പോസിബിലിറ്റി നോക്കും. സ്ട്രക്ചർ ബ്രേക്കിന് വെയിറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ തേജസ്സിലൊക്കെ ഒരു നല്ല എൻട്രീസ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇത്രയും വലിയൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റിന് ഒരു റിയാക്ഷൻ വാച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ് തേജസ് നെറ്റ്വർക്ക്. സോ ഉടനെ കയറി ചാടി കയറി ഞാൻ ട്രേഡ് എടുക്കത്തില്ല, ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടും. 2-3 ദിവസമൊക്കെ മാർക്കറ്റ് പ്ലേ ചെയ്തിട്ട് മൊമെൻ്റ് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു എൻട്രി ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇതൊരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ ചാടിക്കയറി എടുക്കുക എന്നുള്ളതല്ല, നമ്മളത് വാച്ച് ലിസ്റ്റിൽ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എടുക്കുമ്പോഴത്തേക്കും കുറേ ദിവസം വാച്ച് ചെയ്തിട്ട് മാത്രമേ തേജസ് എടുക്കത്തുള്ളൂ. ബട്ട് നിങ്ങളുമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു, എൻ്റെ ഫോക്കസിൽ തേജസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡിമാൻഡ് ഏരിയ ആണ്. ഒരു മൾട്ടി ഇയർ സപ്പോർട്ടിലേക്കാണ് ഈ സ്റ്റോക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുത്തത്. ഓക്കെ, സോ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.